guys, assalamu alaikum. Welcome to our YouTube channel. And ഇന്ന് ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കപ്പോൾ എന്താ പറയുക, വീട്ടിൽ 2 സോയാബീൻ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഓർത്ത് നോക്കിയതിൽ നമ്മൾ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാണ്. ഫസ്റ്റ് നമ്മൾ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇതെടുക്കുക, കുടിക്കയുടെ വെള്ളം എടുക്കാം കേട്ടോ. നമ്മൾ കുടിക്കയുടെ വെള്ളം ഇത്ര നമ്മൾ എടുക്കാത്ത കുടിക്കുന്ന വെള്ളം. അപ്പം നമ്മൾ ഇതിൽ വയ്ക്കുക. ഇത് കുറച്ച് ചൂടാവണം കേട്ടോ. ഈ വെള്ളം കുറച്ച് ചൂടായാൽ നമ്മൾക്ക് ഇതിടാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളുടെ അടുത്തു ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാട്ട. ആൻഡ് റെഡ് ഹാർട്ട് ഇടാം. അപ്പോൾ ഗൈസ് കുറച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഇട്ട് സോയാബീൻ ഉണ്ടാവാം. നമ്മൾ 2 പാക്കറ്റ് ഇതിൽ ഇട്ടിക്കണം. ഇപ്പോൾ അത് കുറച്ച് ഇതാവണം. അപ്പോൾ സോഫ്റ്റ് ആവട്ടെ അത്. ഒരു ഗൈസ്, നിങ്ങൾക്ക് ഉപ്പ് ഇതിലിടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. മസാല തേക്കുമ്പോൾ നിങ്ങൾ ഉപ്പിടാൻ പാടില്ല ഇപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ ഇപ്പോൾ ഉപ്പ് ഇടണ, മസാല തേക്കുമ്പോൾ മാത്രം ഉപ്പിടാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾ ഇടാം. ഞാനൊരു റെസിപ്പി എടുത്തില്ലേ, ഞാൻ മുറുക്കുന്ന അപ്പോൾ പൊള്ളിയതായിട്ട് ഇത് നോക്കൂ. ഇവിടെ പൊള്ളി മിക്കി മൗസ് എന്താ മാത്രം ഉണ്ട് കേട്ടോ. എൻ്റെ മൂക്ക് അപ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ സോഫ്റ്റായി വരുന്നുണ്ട്. ഇതിന് കുറച്ച് സോഫ്റ്റ് ആവണം. അപ്പോൾ ഗൈസ് ഇത് വേവിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫാക്കുക. അപ്പോൾ ഈ വെള്ളം നമ്മൾ പോക്കട്ട. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ വെള്ളം പോക്കാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇതിട്ടുങ്ങാണ്ട് കുറച്ച് നോർമൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചൂടുണ്ടാവും. ഇത് ചൂടിങ്ങനെ പോവും. ചൂടിങ്ങനെ പോവും. ഞങ്ങളുടെ ചാനൽ നല്ലൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഞങ്ങൾ 1, 2, 3 ഗൈസ് ഇത് കുറച്ച് തണുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പിയ്യട്ടെ. കുറച്ച് തോനെടുത്ത് പിഴിഞ്ഞു പതുക്കല്ല. അങ്ങനെ പിയ്യ. ഇതിന്റെ ഉള്ളത്തെ വെള്ളമൊക്കെ പോണോട്ട. പിഴിഞ്ഞിവിടെ ഇടാം. ഇപ്പൊ ഗൈസ് നമ്മളിത് പിഴിഞ്ഞിട്ടുണ്ട്. നല്ല പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പോകണം. പിഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാത്രത്തിലിടാം. ഇപ്പൊ നമ്മൾ മസാല തേക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇടുന്നത് നമ്മൾ ഇടേണ്ടത് ഉപ്പാട്ട. ഇത്ര സോയാബീൻ ഉണ്ട് അത്ര അനുസരിച്ച ഉപ്പ് കേട്ടോ. ഉപ്പ് കുറവായാൽ പിന്നെ മസാല തേച്ചതിന് ശേഷം അല്ലെങ്കിൽ പൊരിച്ചതിന് ശേഷം നമുക്ക് ഇടാം. ഉപ്പിട്ട ശേഷം നല്ല കുഴക്കണം കേട്ടത്. നല്ല കുഴച്ച് നല്ലപോലെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ആവണം കേട്ടോ. നല്ല പൊടിക്കണം മസാല. ഫസ്റ്റ് നമ്മൾ മഞ്ഞപ്പൊടി ഇടാം. കുറച്ചിടാം കേട്ടോ. നമ്മൾ ഇങ്ങനെ കുറച്ചിടാം. അല്ല മല്ലിപ്പൊടി അല്ല, മഞ്ഞപ്പൊടി കുറച്ചിടാം കേട്ടോ നമ്മൾ. അതിനുശേഷം മുളക് പൊടി നിങ്ങൾക്ക് എത്ര എരിവാണോ അത്ര ഇടാം. ഞാനിടുന്നത് ഒരു സ്പൂണ് ഒരു പകുതി സ്പൂൺ കേട്ടോ ഞാൻ ഇടുന്നത്. അതിനുശേഷം ഇത് കുറച്ച് എരിവുള്ളത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും എരൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഇത്ര എടുക്കാം. 1 ടീസ്പൂൺ ഇട്ടിട്ട് അതിനുശേഷം ഇതെന്താ അറിയോ, ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല ഇട്ടാൽ നല്ല ചായ വേണം കേട്ടോ. ചിക്കൻ മസാല ഇത്ര എടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് അല്ലെങ്കിൽ പകുതി ടീസ്പൂൺ ഇടാം. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കേട്ടോ. അങ്ങനെ കുറച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയിൽ എടുക്കാം.
കൂടെ ഇടാം. ഇട്ടിൻ്റെ ശേഷം നമ്മൾ നല്ലപോലെ കുഴക്കട്ടെ. മസാല ഉള്ളിലൊക്കെ പൊടിക്കണം, അങ്ങനെ കുഴക്കണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നല്ലപോലെ മസാല കെട്ടു. കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കട്ടെ കുറച്ച് നേരം. പൊരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് മസാല ഒക്കെ പൊടിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പൊരിക്കാൻ പോവുക. പക്ഷെ നമ്മൾ പാൻ ചൂടാക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഓയിൽ ഇങ്ങനെ ഒഴിക്കാട്ടെ. ഇങ്ങനെ ഇത്ര ഓയിൽ ഒഴിക്കുക. ഓയിൽ നമ്മൾ ചൂടാക്കാം. ഫസ്റ്റ് നമ്മൾ ഓയിൽ ചൂടാവണം. അപ്പോൾ നമ്മൾ അതൊക്കെ അതിലോട്ട് ഫുള്ളും പൊരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ നല്ലപോലെ പൊരിയൊന്നും കിട്ടാം. ഗൈസ് ഇങ്ങനെ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രൈ ആയി പറയുമ്പോൾ ഇതിങ്ങനെ അറിയോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പൊരിച്ചിട്ട് അപ്പാട്ടെ നമ്മൾ എടുക്കട്ടെ. ഇപ്പോഴും ഇതായിട്ട് അതാണ് കുറച്ചും കൂടി ആവണം. ഗൈസ് ഇത് ഫ്രൈ ആവുന്നുണ്ട്. കളറൊക്കെ മാറിയിട്ട് ഫ്രൈ ആവുമ്പോൾ അപ്പോൾ ഗൈസ് അത് പൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റത്തോടെ ഇങ്ങനെ കളറാകുമ്പോൾ ഇങ്ങനെ എടുക്കാട്ടെ നമ്മൾ. ഇപ്പോൾ ഇന്നും കുറച്ച് പൊരിക്കാൻ ഇടയ്ക്ക് പൊരിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ചൂടാക്കാം. നല്ല ക്രഞ്ചുണ്ട്. നല്ല ക്രഞ്ചും ഉണ്ട്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. അതിനുശേഷം അടുത്ത കുക്കിംഗ് വീഡിയോ ഒക്കെ വരും. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.